Sherinz is the best in the പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കാരമൽ പുഡിംഗ് ആണ്. ശരിക്കും വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും സോഫ്റ്റ് ആണ്. ഇത് ഒരു 90% ആളുകൾക്കും ഈ പുഡിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം പോലെ തന്നെ. ഐസ്ക്രീമിൻ്റെ മറ്റ് ഫ്ലേവേഴ്സ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷേ വാനില ഐസ്ക്രീം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ്. അതേപോലെയാണ് ഈ കാരമൽ പുഡിങ്ങും. ഇതിൽ ഞാൻ വേറെ 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തപ്പോൾ ഒരു വേറിട്ട ടേസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പാല്, 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 അവക്കാഡോ, 4 മുട്ട, 1 റോബസ്റ്റ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ നേർ പകുതി വേണം കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാൻ. ഇനി ഒരു മിക്സിയിലേക്ക് മുട്ടയും പാലും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും അവക്കാഡോയും റോബസ്റ്റും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കണ്ടൻസ്ഡ് മിൽക്കിൽ തന്നെ ഓൾറെഡി ഷുഗർ ഉണ്ടാവും. പിന്നെ ആ 4 ടേബിൾ സ്പൂൺ നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഞാനിവിടെ OTGയിലാണ് പുഡിംഗ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 250 ഡിഗ്രിയിലെങ്കിലും 10 മിനിറ്റ് നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം ഒരു പാൻ ചൂടാക്കി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒരുപാട് ബ്രൗൺ നിറാവരുത്, അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് നമ്മളിത് ഒഴിക്കണം. ഈ പാത്രത്തിലേക്ക് ആദ്യം ബട്ടർ തേക്കുന്നത് നന്നായിരിക്കും, എന്നാൽ പിന്നെ പുഡിംഗ് ഡാമേജ് ഒന്നും വരാതെ എളുപ്പത്തിൽ ഡീമോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു ട്രേയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച പാത്രം വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് OTGയിലാവുമ്പോൾ ഒരു 200 ഡിഗ്രിയിൽ 45 to 50 മിനിറ്റ്സ് എങ്കിലും വെക്കേണ്ടി വരും. OTG ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഗ്യാസ് സ്റ്റവിലും വെക്കാം. ഇതുപോലൊരു വലിയ പാത്രം എടുക്കുക, അതല്ലെങ്കിൽ പ്രഷർ കുക്കർ എടുക്കുക. പക്ഷേ പ്രഷർ കുക്കർ എടുക്കുമ്പോൾ വെയിറ്റ് ഒഴിവാക്കിയിട്ട് വേണം വെക്കാൻ. അതിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച പാത്രം വെക്കാൻ. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇപ്പം നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇനി പുഡിംഗ് തണുത്ത് ഒരു റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ ഒരു പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കതൊന്ന് ഡീമോൾഡ് ചെയ്യാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം, അതല്ലെങ്കിൽ അപ്പം തന്നെ കഴിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. ഒരുവിധം എല്ലാ ആളുകൾക്കും ഇത് ഇഷ്ടമാവുകയും ചെയ്യും. പ്രത്യേകിച്ചും ഇതിൽ അവക്കാഡോയും റോബസ്റ്റും കൂടെ വരുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.